അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും കണക്ക് കൂട്ടിയതുമെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ വിശുദ്ധ വചനങ്ങൾക്ക് വേണ്ടി ആലോചിച്ചിരിക്കുന്ന 1 മണിക്കൂർ 1000 റക്അത്ത് സുന്നത്തിനേക്കാളും പ്രതിഫലമാണെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങളിവിടെ ചെലവഴിച്ച 2-2.5 മണിക്കൂർ അല്ലാഹുവേ, ആയിരക്കണക്കിന് റക്അത്തുകൾ നിനക്ക് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ സ്ഥാനത്ത് നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് എന്നേക്കുമായി മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് നിന്റെ കലാമെന്ന് അറിയാതെ ആ കലാമിന് നിന്റെ ഖുർആനിന് കൊടുക്കേണ്ട ബഹുമാനം അർഹമായത് നൽകാതെ ഞങ്ങൾ കഴിച്ചുകൂട്ടിയ ഞങ്ങളുടെ കാലം ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഇനിയുള്ള കാലം ഓരോ ദിവസവും ഒരുപാട് നിന്റെ വചനങ്ങൾ ഓതാനും പുണ്യം കരസ്ഥമാക്കാനും തൗഫീഖ് നൽകണേ റബ്ബേ. ഖുർആൻ നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ ഞങ്ങളെ കൊടുത്തണേ റബ്ബേ. ഖുർആൻ എന്നെ ഇവരാരും നോക്കിയില്ലല്ലോ എന്ന് പരാതി പറഞ്ഞ് ഞങ്ങൾക്ക് എതിരാകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, നിന്റെ വചനങ്ങൾ ഓരോന്നിനും ഒരു ഹർഫിന് 10 കൂലി നീ നൽകുന്നുണ്ട്. അല്ലാഹുവേ, ധാരാളം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കള്, ഭാര്യ, സന്തതികൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കള്, ഞങ്ങളുടെ കൂട്ടുകാര്, പ്രവർത്തകന്മാര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഞങ്ങൾക്കൊക്കെ ധാരാളം തിലാവത്തുൽ ഖുർആൻ ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള നിനക്കിഷ്ടമില്ലാത്ത എല്ലാ ദൂഷ്യങ്ങളും നീ നീക്കിക്കളയണേ റഹ്മാനെ. ഞങ്ങളുടെ ഖൽബിനുള്ളിൽ കിടക്കുന്ന അഹങ്കാരവും താൻ പോരിമയും അഹംഭാവവും കിബറും എല്ലാം ഇല്ലാതെയാക്കണേ റഹ്മാനെ. അല്ലാഹു, മുഅ്മിനീങ്ങളോട് കരുണയും ആർദ്രതയുമുള്ള, നിന്നെക്കുറിച്ച് പേടിയും ഭയപ്പാടും ആശയുമുള്ള, അല്ലാഹുവേ, റഗ്ബത്തും റഹ്ബത്തുമുള്ള ഒരു ഖൽബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബിനോടുള്ള സ്നേഹം നിറച്ചു തരണേ റബ്ബേ. നിന്നോടുള്ള സ്നേഹം നിറക്കണേ റബ്ബേ. നിന്റെ കലാമിനോടുള്ള സ്നേഹം നിറച്ചു തരണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ഖുർആനിന്റെ മഹാത്ഭുതങ്ങൾ കേട്ട് ഞങ്ങളുടെ ഈമാൻ അടിയുറപ്പിച്ച് നിർത്തേണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണം വരേക്കും നിന്റെ തൗഹീദിലായി ജീവിച്ച് തൗഹീദിന്റെ വചനം ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങളിലെ രോഗങ്ങൾ എന്തെന്നറിയുന്നവനെ, ഞങ്ങളുടെ രോഗങ്ങളിൽ മറഞ്ഞു കിടക്കുന്നത് എന്തെന്നറിയുന്നവനെ, ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഇവിടെ ഓൺലൈൻ പരിപാടി വീക്ഷിച്ച് അതിലൂടെ ദുആയിരക്കാൻ പറഞ്ഞവരും അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹു, ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട്. ആ ഭാരങ്ങളെല്ലാം നിന്റെ ഈ മജ്ലിസിൽ ഇറക്കി വെക്കുകയാണ് നിന്റെ ഹദറത്തിൽ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാനെ. ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. ലോകവിശ്വാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. ലോകരാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക് അല്ലാഹുവേ, ആഫിയത്തിന്റെ, ഫറജിന്റെ, അംനിന്റെ, സലാമത്തിന്റെ വഴി നീ തുറക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, അല്ലാഹുവേ, ലോകരാജ്യങ്ങളിൽ സമാധാനമുണ്ടാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ തമിഴ്നാട്ടിലൂടെ, ചെന്നൈയിലെ, കേരളത്തിലെ, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും അല്ലാഹുവേ, വർഗീയതകളില്ലാതെ സമാധാനത്തോടെ ഒരുമയോടെ ജീവിക്കുന്ന ചുറ്റുപാട് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ആരെല്ലാമാണോ ഈ രാജ്യത്തിന്റെ സ്നേഹവും അഖണ്ഡതയും പരസ്പര ബോധവും പരസ്പര ബഹുമാനവും നശിപ്പിക്കാൻ നോക്കുന്നത്, അവരെ നീ പിടിച്ചു വെക്കണം തമ്പുരാനെ. അവിടെ നീ പിടിച്ചു വെക്കണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും കൺകുളിർമയുള്ള നല്ലവരാക്കണേ റബ്ബേ. അവരിൽ രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സുഖമുള്ളവർക്ക് ശിഫ നൽകണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാർ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവരെ ഏൽപ്പിച്ചവരെ അല്ലാഹുവേ, അവർക്ക് കൺകുളിർമയുള്ള നല്ല മക്കളെ കൊടുക്കണേ റബ്ബേ. ആൺമക്കളുള്ളവർക്ക് പെൺമക്കളെയും പെൺമക്കളുള്ളവർക്ക് ആൺമക്കളെയും നൽകണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകുക റഹ്മാനെ. ആശുപത്രി കിടക്കുന്ന ഈ മദ്രാസിൽ, ഇവിടുത്തെ ക്യാൻസർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുണ്ട്, ദുആയിരക്കാൻ വേണ്ടി അപേക്ഷിച്ച കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ, ഇവിടെ കിടക്കുന്ന എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ. നിരീശ്വരവാദത്തിലേക്ക് പോകാതെ കാക്കണേ പടച്ചവനെ. നിന്റെ പരിശുദ്ധമായ കലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനിന്റെ മഹാത്ഭുതങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് അല്ലാഹുവേ, നീ അതിന്റെ ആലിമീങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുമ്പോൾ അത് ഞങ്ങൾക്കും മനസ്സിലാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകാതെ കാക്കണേ റഹ്മാനേ.
അല്ലാഹുവേ ഞങ്ങളെ ഉത്തമരായ മുഅ്മിനീങ്ങളായി സ്വീകരിക്കണേ റബ്ബേ. മുസ്ലിമായി ജനിച്ചിട്ട് കണ്ട ഏതൊക്കെയോ പുസ്തകങ്ങളും മറ്റും വായിച്ചു കേട്ടിട്ട് അല്ലാഹുവേ നിരീശ്വരവാദത്തിലേക്ക് പോയ അല്ലാഹു ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം നാമധാരികളായ നിരീശ്വരവാദികൾക്ക് പടച്ചവനെ നിന്റെ ദീനിലേക്ക് തിരിച്ചു നടക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ റബ്ബേ. ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ. നിന്റെ വചനങ്ങളുടെ മഹാത്ഭുതങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവർക്ക് തിരിയും, അല്ലാത്തവർ ഇതിനെ കളിയാക്കുമെന്ന് നീ പറഞ്ഞ പോലെ അല്ലാഹുവേ അല്ലാഹുവേ ബുദ്ധിയില്ലാത്തവരായി മാറിപ്പോവാതെ നീ നൽകിയ ധൈഷണ മികവ് കൊണ്ട് നിന്റെ കലാമ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് ഞങ്ങളുടെ നാടുകളിലെ എല്ലാ യുക്തിവാദികൾക്കും ഒരവസരം കൊടുക്കണേ തമ്പുരാനെ, ഒരവസരം കൊടുക്കണേ തമ്പുരാനെ. അവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് ഒരാളും പിഴച്ചു പോവാതെ കാക്കണേ റബ്ബേ. അത് കേൾക്കാൻ ഇടവരുത്താതിരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ ഇളക്കം തട്ടാതെ കാക്കണേ റഹ്മാനെ. മരണം ആസന്നമാകുന്ന നേരത്ത് മലക്കുൽ മൗത്തിന്റെ ആ ഒരു വരവിന്റെ നേരത്ത് പോലും ഈമാൻ പഴപ്പിക്കാൻ വരുന്ന പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ തമ്പുരാനെ, കാക്കണേ റഹ്മാനെ. മരണത്തിന് മുമ്പ് ഞങ്ങളുടെ കടബാധ്യതകളൊക്കെ വിടാനുള്ള വഴി എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ചെയ്യുന്ന ജോലിയും ഞങ്ങളുടെ ഏർപ്പാടും കച്ചവടവും ഖൈറാണെങ്കിൽ നിലനിർത്തണേ റബ്ബേ. ഖൈറല്ലെങ്കിൽ ഖൈറിലേക്കൊരു മാറ്റം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനെ അല്ലാഹുവേ അല്ലാഹുവേ ഹജ്ജും ഉംറയും നിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി താ റബ്ബേ. നിനക്ക് എന്തൊക്കെ വെറുപ്പാണോ അത് ഞങ്ങൾക്ക് വെറുപ്പാക്കി തരണേ റബ്ബേ. നാട് വിട്ട് ജീവിക്കുന്ന ആളുകളാണ് റബ്ബേ, ഞങ്ങൾ പ്രവാസികളാണ്. ഗുർബത്ത് പ്രവാസിയായി ജീവിക്കുന്നത് തെറ്റിലേക്ക് പോകാൻ എത്രയും സാധ്യതയേറെയുണ്ട് എന്ന് നിന്റെ ഹബീബ് പറഞ്ഞതാണ്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളിൽ ഒരാളെയും തിന്മകളിൽ ചെന്നു ചാടാതെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. മദ്യപാനവും വ്യഭിചാരവും എല്ലാം സുലഭമാകുന്ന ഈ കാലത്ത് റബ്ബേ ഈമാനിന്റെ വെളിച്ചത്തിൽ നിന്റെ ഖുർആനിന്റെ നൂറ് കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ലനാ നൂറാ വമിൻ ഐദീനാ നൂറാ വമിൻ ഖൽഫിനാ നൂറാ വഅൻ യമീനിനാ നൂറാ വഅൻ ശിമാലിനാ നൂറാ വമിൻ ഫൗഖിനാ നൂറാ വമിൻ തഹ്തിനാ നൂറാ. അല്ലാഹുമ്മ സിദ്നാ നൂറാ. അല്ലാഹുമ്മ ജഅൽ ലനാ ഫീ അസ്ബിനാ നൂറാ വഫീ ലഹ്മിനാ നൂറാ വഫീ عظمنا نورا وفي مخنا نورا. اللهم أعظم لنا نورا يا نور يا نور يا نور يا نور يا نور. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. മരണം നീ ഞങ്ങൾക്ക് വിധിക്കാൻ പോകുന്നു റബ്ബേ. ആ നേരം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ, ഒരു തെറ്റ് കണ്ടുകൊണ്ടിരിക്കെ, ഒരു തെറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ, ഒരു തെറ്റിലേക്കുള്ള യാത്രയിലൊന്നും ഞങ്ങളെ മരണം വരാതെ കാക്കണേ തമ്പുരാനെ. തെറ്റിലേക്ക് പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബർ അല്ലാഹുവേ ഞങ്ങൾ ഈ ഭൂമിയിൽ താമസിക്കുന്ന വീടിനേക്കാളും ഖൈറായ വീടായി സ്വർഗമാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ഞങ്ങളോട് വിട പറഞ്ഞു തമ്പുരാനെ. അവരുടെയൊക്കെ ഖബറുകളെ സ്വർഗത്തോപ്പാക്കണേ അല്ലാ, സ്വർഗത്തോപ്പാക്കണേ തമ്പുരാനെ, സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. ഇവിടെ പരാമർശിക്കപ്പെട്ടവരും അല്ലാത്തവരുമായ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, മക്കള്, കുടുംബക്കാർ, ഭാര്യ സന്തതികൾ. ഭാര്യ മരിച്ചുപോയവരുണ്ട്, ഭർത്താവ് മരിച്ചവരുണ്ട്, മക്കൾ മരിച്ചവരുണ്ട്, മാതാപിതാക്കൾ മരിച്ചവരുണ്ട്. അവിടെയൊക്കെ ഖബറിടങ്ങൾ റബ്ബേ ഈ സദസ്സിന്റെ ദുആഇന്റെ ഹുർമത്ത് കൊണ്ട് പ്രകാശിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. നാളെ ഞങ്ങളുടെ കയ്യിൽ വലത് കയ്യിൽ കിതാബ് നൽകണേ റബ്ബേ. നിന്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോൾ അല്ലാഹുവേ പേടിയില്ലാതെ വരുന്നവരാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മീസാൻ നന്മ കൊണ്ട് കനം തൂക്കണേ റബ്ബേ. ഞങ്ങളുടെ സിറാത്ത് പെട്ടെന്ന് കടക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. നരകത്തിലേക്ക് വീഴാതെ നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അൻതൽ ഹഖ് വവഅദുക ഹഖ് വന്നാറു ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ വൽ ജന്നത ഹഖ്ഖുൻ വസ്സിറാത്ത് ഹഖ്ഖുൻ വൽ മീസാന ഹഖ്ഖുൻ വൽ ഹശ്റ ഹഖ്. അല്ലാഹു ഇതൊക്കെ സത്യമാണല്ലോ റബ്ബേ. നാളെ നീ സ്വർഗ്ഗലോകത്ത് നിന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നിന്നെ കാണിക്കണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു